ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇവനന്ദ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പൊന്നൂസിൻ്റെ സ്കൂളിൽ ഇന്ന് പലഹാരമേളയുടെ ഇതാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കലും എന്ന പരിപാടികളാണ്. അപ്പോൾ അവൾ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് ഓടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിയമ്മോട് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് ക്യാരറ്റ് ബോള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്യാരറ്റൊക്കെ അമ്മ കഴുകി വൃത്തിയാക്കി നന്നായി അരിഞ്ഞ് അത് കഴിഞ്ഞ് അമ്മ ഒരു പാത്രം വെച്ച് ചട്ടി വെച്ച് അതിലേക്ക് നെയ്യിട്ടു. നെയ്യിട്ടതിന് അത് നന്നായി ചൂടായ ശേഷം അമ്മ അതിലേക്ക് ക്യാരറ്റ് നമ്മൾ ചെറുകിയത് ഇട്ടു. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമാണ്. പിന്നെ ഞാനും കണ്ടിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുക എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഞാനും നോക്കിയിരുന്നു. അപ്പോൾ അമ്മ അത് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ നന്നായി വാട്ടി എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്ന് പോയിട്ടുണ്ടേ. പിന്നെ അതിലേക്ക് ലേശം ഉപ്പിട്ടു അമ്മ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ഭയങ്കര കളിയും മേളവും അവർക്ക് ഭയങ്കര സന്തോഷവും സ്കൂളിൽ കൊണ്ടുപോകാനുള്ളല്ലേ എല്ലാവർക്കും കൊടുക്കാനുള്ളല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ സന്തോഷമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അമ്മ പാൻ വെച്ചു. അതിലേക്ക് അമ്മ ലേശം ജസ്റ്റ് ഒന്ന് ചൂടാക്കാനൊക്കെ ആയിട്ട് അമ്മ വെച്ചു. അത് കഴിഞ്ഞ് അമ്മ മിക്സ് ജാറിലേക്ക് 2 മുട്ട ഏകദേശം 2 മുട്ട അമ്മ അതിലേക്ക് പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞ് അതിലേക്ക് എത്ര സ്പൂണാണ് 4 സ്പൂൺ ഏകദേശം ഒരു മധുരം നമുക്ക് വേണമല്ലോ, ക്യാറ്റ് ബോളയല്ലേ. അപ്പോൾ അമ്മ ഒരു 4 സ്പൂണ് പഞ്ചസാരയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അമ്മ അതിലേക്ക് ഏലക്കായ പൊടിച്ചതും മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് അമ്മ പാൽപ്പൊടി ഇട്ടു. എന്നിട്ട് അപ്പം നമ്മൾ എന്തൊരു ക്യാരറ്റ് എടുക്കുന്നോ അതേ അളവിൽ അതിന് നമുക്കറിയാമല്ലോ എന്തോരം മുട്ട വേണം, എത്ര മധുരം വേണം. കുഞ്ഞുങ്ങളാകുമ്പോൾ മധുരം നന്നായി കഴിക്കും. അതിന് എത്ര വേണമെന്ന് വിചാരിച്ച് അത്ര രീതിയിൽ നമ്മൾ സാധനങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിത് മിക്സിയിൽ നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ എടുക്കണം. എന്ന് വെച്ച് നമ്മൾ മറ്റേ ക്രീം എടുക്കുന്ന പോലെ ആവരുത്. ജസ്റ്റ് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് പാകത്തിലുള്ളൊരു പരുവ് അറിയാമല്ലോ, ആ രീതിയിൽ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്യാരറ്റ് എല്ലാം വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അമ്മ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മുട്ട അരിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മ നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി നല്ല നമ്മൾ കേക്കൊക്കെ പാകം ചെയ്യുന്നത് പോലെ നന്നായി അമ്മ ഇളക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ സൈഡിൽ നിന്ന് ഞാനിത് ഭയങ്കര കൗതുകത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പിള്ളേർ ഇവർക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി അവിടെ ഏതൊരു ഫിലിമിൻ്റെ ഇതൊക്കെ വന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇടയ്ക്ക് വന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാൻ നന്നായി ചൂടായി. നമ്മൾ ചെറിയൊരു തീയിലിട്ടാണ് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് നന്നായി ചൂടായി കഴിഞ്ഞപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യിട്ട് അത് നന്നായി റൗണ്ട് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കണമല്ലോ. അപ്പോൾ നന്നായി അമ്മ അത് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ഇളക്കി വെച്ചിരുന്ന ക്യാരറ്റ് അതിലേക്ക് അമ്മ ഒഴിച്ചു. അമ്മ ഇത് സെറ്റാക്കി വെക്കാൻ എടുക്കും തോറും പൊന്നൂസാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, ആയോ എന്ന് ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നു. പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇപ്പോൾ കഴിക്കാൻ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പിള്ളേർ വന്നിങ്ങനെ ആയോ, സ്കൂളിൽ കൊണ്ടുപോകണതിൻ്റെ സന്തോഷം, ഫ്രണ്ട്സിന് കൊടുക്കണതിൻ്റെ സന്തോഷം, അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കും. ഏകദേശം ഒരു പാകമാകുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം എടുത്ത് ചേർത്ത് സെറ്റാക്കി. നമ്മൾ എന്താണ് ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കേക്കിൻ്റെ മേലെ
ക്യാരറ്റ് ഹൽവയല്ല, ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ മേലെ നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം സെറ്റായി. കുറച്ച് കഴിയുമ്പോൾ അത് മൂടി വെച്ചപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടു. അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒന്ന് കഴിച്ച് നോക്കണം എന്നുള്ളതായി. അപ്പോഴത്തേനും വന്ന് ചൂടാറി നോക്കിയപ്പോൾ മുറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞുങ്ങളാണ് വന്ന് എടുത്ത് കഴിക്കുകയും ചെയ്തു മുന്തിരി അണ്ടിപ്പരിപ്പും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കഴിക്കണം എന്നുണ്ട്, ഇഷ്ടമായി. നമ്മൾ വീഡിയോ എടുക്കണം കാരണം അവർക്കൊരു മടിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും കഴിച്ച്, രണ്ടുപേർക്ക് ഇഷ്ടമായി. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.